Chairman, go back. Chairman, go back. Go back. Go back. Go back. Go back. Chairman, go back. Chairman, go back. കോടതി നടപടികളെ മാനിക്കുക. കോടതി നടപടികളെ മാനിക്കുക. കോടതി നടപടികളെ മാനിക്കുക. കോടതി നടപടികളെ മാനിക്കുക. ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കുക. ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കുക. ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കുക. ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കുക. കോടതി നടപടികളെ മാനിക്കുക. കോടതി നടപടികളെ മാനിക്കുക. സംയുക്ത സമരത്തിന് സിന്ദാബാദ്. സംയുക്ത സമരത്തിന് സിന്ദാബാദ്. സംയുക്ത സമരത്തിന് സിന്ദാബാദ്. സംയുക്ത സമരത്തിന് സിന്ദാബാദ്. Go back, go back. Go back, go back. Chairman, go back. Chairman, go back. Go back, go back. Go back, go back. Chairman, go back. Chairman, go back. കോടതി നടപടികളെ മാനിക്കുക. കോടതി നടപടികളെ മാനിക്കുക. ഉദ്ഘാടനം മാറ്റിവെക്കുക. ഉദ്ഘാടനം മാറ്റിവെക്കുക. കോടതി നടപടികളെ മാനിക്കുക. കോടതി നടപടികളെ മാനിക്കുക. ഉദ്ഘാടനം മാറ്റിവെക്കുക. ഉദ്ഘാടനം മാറ്റിവെക്കുക. Chairman, go back. ഈ സ്ഥലത്തിൽ 30 സെന്റ് സ്ഥലം എടുത്തിട്ട് അത് പിന്നീട് ഒന്ന് പറഞ്ഞ സമയത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് മെഡിസിൻ കോഴ്സിന് വാടകയ്ക്ക് വിടാം. അത്ര കിട്ടി തിരിച്ചു മതിലിട്ട് ഇപ്പോൾ നിലവിലുണ്ടായ സ്റ്റാൻഡിൻ്റെ സ്ഥലം അപഹരിക്കപ്പെട്ടു. 150ഓളം ബസ്സുകളുടെ സർവീസ് നടത്തുന്നു വിവിധ മേഖലയിൽ നിന്ന്. അതിനുശേഷം 2016 ഭരണസമിതി ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു ചിൽഡ്രൻ പാർക്ക് പണിയുന്നുണ്ട്. ഈ ബിൽഡിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്ന ബസ്സുകൾ, മൾട്ടി ആക്സിൽ ലക്ഷറി ബസ്സുകൾ ഇവിടെ കയറ്റി ആളിറക്കി കയറ്റി പോകാൻ വേണ്ടി പദ്ധതി ഉപയോഗിച്ച് പണയാൻ വന്നു. ഞങ്ങൾ അറിയിച്ചില്ല. ഞങ്ങൾ അറിഞ്ഞപ്പോൾ പരാതി വന്നു. ആ പരാതി അവർ കൺസിഡർ ചെയ്തില്ല. ഇതുപോലെ പണയം വന്നു തടഞ്ഞു. അപ്പോൾ അവർ വെല്ലുവിളിച്ചു. മുനിസിപ്പാലിറ്റിയുടെ ഒരു അതോറിറ്റി, സ്ഥലം അതോറിറ്റി നോക്കി ഞങ്ങൾ ഇഷ്ടം പണിയുന്നു. അന്ന് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഞങ്ങൾ കോടതി കിട്ടി. ബസ് സ്റ്റാൻഡിൽ മറ്റുള്ള വാഹനങ്ങൾ നിയമം അനുസരിച്ചുള്ള കമ്മീഷൻ വന്നു. കമ്മീഷൻ വെച്ചു. അനുകൂല നിലപാടെടുത്തപ്പോൾ കോടതി നിലപാട് ഞങ്ങളുടെ പരാതിക്ക് അനുകൂല നിലപാടെടുത്തപ്പോൾ അത് വിഡ്രോ ചെയ്ത് 2016 ശേഷം ഒരു പരിപാടിക്ക് പിന്നെ മുതിർന്നില്ല. അതിനുശേഷം ഒരു 2 വർഷം മുമ്പാണ് വീണ്ടും ഇതൊരു ഹോട്ടലാക്കി മാറ്റി. 2 വർഷം മുമ്പ് നമ്മൾ പിന്നെ സഹകരിച്ച് നമ്മളൊന്നും പറയുന്നത് ഇത് ചിൽഡ്രൻസ് പാർക്ക് ഒരു പരിപാടി പോലും അന്ന് ഉണ്ടെങ്കിൽ അന്ന് ഇതൊരാക്കിപ്പം സ്മാരകമാക്കി ഒരു പരിപാടി നടത്തിയിട്ടില്ല. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ സ്റ്റാൻഡിൻ്റെ സ്ഥലം അപഹരിക്കപ്പെട്ടാണ് ഓരോ ദിവസം പോകുന്നത്. അവിടെ 4 ടോയ്ലറ്റ് ഉണ്ട്. സാറ് നടന്മാർ പോയി വയ്ക്കാൻ തിരിച്ചോടും. ഒന്നേലും സ്കൂളിൽ തിരിച്ചറിയാത്തില്ല. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അവിടേക്ക് പോയാലും ഇതുപോലെ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ കിടന്ന് നോക്കി അത്രയ്ക്ക് വൃത്തിഹീനമായി കിടക്കാറ്. ഇത് നോക്കി അന്വേഷിക്കാനൊന്നും ആരും താല്പര്യം. അത്ര വളരെയേറെ പ്രതിസന്ധിയിലും നിലവിലുള്ള സ്ഥലങ്ങൾ അപഹരിക്കപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ ഏതെങ്കിലും മേഖലയിൽ ഈ ടോയ്ലറ്റിൽ അല്ല പറയുമ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം പരിമിതിക്കപ്പെടും. ഒന്ന് ഈ സ്റ്റാൻഡിലേക്കുള്ള എൻട്രൻസ് ഇതാണ്. ഈ 140 വണ്ടികൾ വന്ന് പോകുന്ന എൻട്രൻസ് ഈ സ്റ്റാൻഡിലേക്ക് ഇതാണ്. ഈ സ്റ്റാൻഡിലെ എൻട്രൻസിന് 2 സൈഡും മതിലായിരുന്നു ഒരു കാലഘട്ടം. ആ മതിൽ പൊളിച്ചു. ആ സ്റ്റാൻഡിലൂടെയാണ് ഈ ഇവിടേക്കുള്ള ശ്മശാനത്തിലെ എൻട്രൻസ്. ഇവിടെ വരുന്ന ബോഡി വരുമ്പോൾ ആ ബോഡിയുടെ പ്രശസ്തി, ആളുടെ വ്യക്തികളുടെ പ്രശസ്തി അനുസരിച്ച് വാഹനങ്ങൾ വരുന്നു. ഈ ചുറ്റുപാടുള്ള കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികൾ വന്നു വിടുന്നത് അവർ ബോഡി വിട്ടുമ്പോൾ അതിൻ്റെ വാഹനങ്ങൾ ഞങ്ങൾ അങ്കമാലി ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ 1.3 കിലോമീറ്റർ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എടുക്കും. ഇങ്ങോട്ട് ഓടുവാനുള്ള റണ്ണിങ് ടൈമിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ വളരെ പ്രതിസന്ധിയിലാണ് ഈ സർവീസുകൾ നടത്തുന്നത്. ഇതിന് ബന്ധപ്പെട്ട അധികാരികളെല്ലാം പരാതി കൊടുക്കുന്നത്. അതവിടെ നിൽക്കണം. അവിടെ
അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് 140 സ്വകാര്യ ബസ്സുകളിലൂടെ സർവീസ് നടക്കുന്നുണ്ട്. ഈ എൻട്രൻസിലൂടെ തന്നെ ഇതിൽ എൻട്രൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിന് വേറെ എൻട്രൻസ് ഉണ്ടെങ്കിൽ അവരെ എന്ത് വലിയ പറഞ്ഞിട്ടും അത് ഞങ്ങളെ സംബന്ധിച്ച് ബസ് ഉടമയെ സംബന്ധിച്ചുള്ള പരാതി. സാർ ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ പരാതി കൊടുത്തു, ഹിയറിങ്ങിനായിട്ട് വിളിപ്പിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം എല്ലാ പ്രതിനിധികളും അവിടെ എളിമ കൊണ്ടുവച്ച് നമ്മുടെ പരാതി കാര്യങ്ങളൊക്കെ അറിയിച്ചതാണ്. അദ്ദേഹം നമ്മളോട് പറഞ്ഞത് നമ്മൾ വീണ്ടും വിളിപ്പിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ ആരും വിളിപ്പിക്കേണ്ടായില്ല. പിന്നീട് കളക്ടറിന്റെ പരാതി, അതായത് ഇവിടെ റെസിഡൻസ് പരിധിയിൽ ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇവരുടെ ശ്മശാനം പണിയാൻ പാടില്ല. കാരണം ഒരു വയസ്സ് മുതൽ 90 വയസ്സായിട്ടുള്ള ജനങ്ങൾ ഈ പരിസരത്ത് താമസിക്കുന്നു. അവർക്ക് ഈ ഞങ്ങളുടെ വീടുകളിലാകെ വന്ന് ചോദിച്ചിരിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ്. പോലീസുകാർ വന്നിട്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടോ, നിങ്ങൾക്ക് വരുന്നോ എന്ന് പോലീസുകാർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ പറയുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റോ ആർഡിഒയോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ ഒരാൾ പോലും ഞങ്ങളുടെ അടുത്ത് നിന്ന് ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നോ അല്ലെങ്കിൽ എന്താണ് കാര്യം ഒരാളും ചോദിച്ചിട്ടില്ല. ഈ മുനിസിപ്പാലിറ്റിയിൽ പോലും ഒരാളും ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല നമുക്ക് ചർച്ച ചെയ്യാം അതായത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന്. ഒരു കൗൺസിലർ പോയിട്ട് ചെയർമാൻ പോലും ഞങ്ങളൊരു വിളിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം അവിടെ സർവകക്ഷിയോഗം വിളിച്ചു, ഈ കുറെ ആൾക്കാരെ വിളിച്ചിട്ട്, അതായത് ഈ സ്ഥലം എവിടെയാണെന്ന് അറിയാൻ പാടില്ലാത്ത മതമേലധ്യക്ഷന്മാരെ വരെ അവിടെ മുനിസിപ്പാലിറ്റി വിളിച്ചിട്ടുണ്ട്. ഇന്ന് അവിടെ അടുത്ത് കിടക്കുന്ന ജനങ്ങളെല്ലാവരും വിളിക്കേണ്ടത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട്. അതിനുശേഷം ഇവിടെ ഉദ്ഘാടനം നിശ്ചയിച്ചതിന് ശേഷമാണ് ഞങ്ങളിവിടെ ഇതിന് വിളിക്കുന്നത്. ഈ രാത്രി 9 മണിക്കാണ് ഞങ്ങൾ വിളിക്കുന്നത്. അവിടെ ഉദ്ഘാടനം ഇത് നിശ്ചയിച്ചതിന് ശേഷം രാത്രി 9 മണിക്ക് ഞങ്ങൾ വിളിക്കുകയാണ് ചെയർമാൻ്റെ അടുത്ത് ഇതിന് ചെല്ലാനായിട്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും, അതായത് ഈ അക്കിത്തം സ്മാരകം എന്ന് പറയുന്നത് ഏകദേശം 5 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റി എന്നെ കൊണ്ടാണ് മഹാകവി അച്യുതമേനോന്റെ പേരിൽ ഒരു പാർക്ക് സ്ഥാപിച്ചാണ് ജനങ്ങൾക്ക് വൈകിട്ട് വന്നിരിക്കാനും നടക്കാനൊക്കെ ആയിട്ട് സ്റ്റേജൊക്കെ പണിതുണ്ടാക്കി സാംസ്കാരികപരമായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 30 ലക്ഷം രൂപ ചിലവാക്കിയതാണ് ഈ സ്ഥലം പണിത്. ഈ കഴിഞ്ഞ 5 വർഷം ഇവര് ഭരണത്തിൽ നിന്നിട്ട് ഒരു പരിപാടി നടത്തുന്നുണ്ടോ? ഒരു കലാ സാംസ്കാരികപരമായിട്ട് എന്തെങ്കിലും പരിപാടി ഞങ്ങൾ റെസിഡൻസിന്റെ പോലും ഒരു പരിപാടി ചോദിച്ചിട്ട് മുനിസിപ്പാലിറ്റി സമ്മതിച്ചില്ല. ഈ സ്ഥലം ഇവിടെ നശിപ്പിച്ചിട്ടിട്ട് അവസാനം ഇപ്പൊ ഈ ഇലക്ഷന്റെ കാര്യം വന്നപ്പോൾ ഞങ്ങളുടെ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അനധികൃതമായിട്ട് വന്നുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് പണിയാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ അതിനെ എതിരാണ്. പരാതിക്കാരനാണ് ഞങ്ങൾ ഇതില്. ഞങ്ങൾ ഡിസംബർ മാസം മുതൽ ഞങ്ങൾ ഇതിന് പരാതിയായിട്ട് പോയത്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ശ്മശാനം ഞങ്ങൾ എവിടെ പറഞ്ഞാലും കുഴപ്പമില്ല, ഇവിടെ എവിടെയെങ്കിലും നല്ല രീതിയിൽ നടക്കണം. ആ ശ്മശാനത്തിന് ഞങ്ങൾ ചില സ്ഥലത്തിൻ്റെ പ്രശ്നമാണ് ഞങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് എൻ്റെ വീടും തൊട്ടപ്പുറത്തെ വീടൊക്കെ റെയിൽവേയുടെ NOC മേടിച്ചിട്ടാണ് പോകുന്നത്. ഈ പറയുന്ന സ്ഥലത്തിനടക്കം റെയിൽവേയുടെ NOC വേണം. ബന്ധപ്പെട്ട റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും ഞങ്ങൾ വിളിച്ചു നോക്കി. അവർ പറഞ്ഞു ഇതിലൊരിക്കലും റെയിൽവേക്ക് ഒരു 30,000 ചെന്നിട്ടില്ല. ഇവിടെ ഒരു കൺസൾട്ടൻ വർക്കേഴ്സ് സർക്കാർ ഏത് സ്ഥാപനത്തിൻ്റെ റെയിൽവേയുടെ റിപ്പോർട്ട് വേണം. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഞങ്ങൾ ആ വീട് കൊടുക്കണം. റെയിൽവേക്ക് എപ്പോൾ വേണമെങ്കിലും പൊളിച്ച് നൽകാം എന്നിട്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആ പെർമിഷൻ തന്നത്. നമുക്ക് പറയാനുള്ളത് ഈ സ്ഥലം എന്ന് പറയുന്നത് അങ്കമാലിക്ക് പ്രധാനമായി കിട്ടിയ ഒരു സ്ഥലം, റെയിൽവേ സ്റ്റേഷൻ ഇത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം കേരളത്തിൽ വേറെ ഉണ്ടാവും. അപ്പൊ ഇവിടെ 150 ബസ്സിൻ്റെ അടുത്ത് വരുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ഓരോ ദിവസവും യാത്രയായിട്ട് വരുന്നു, റെയിൽവേയിലൂടെ ആൾക്കാർ കയറി വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഈ സ്ഥലം മാറ്റി വികസനം വലിയൊരു രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അങ്കമാലിക്കാരുടെ വികാരമാണ്, പൊതുവികാരമാണ് ഒരു ശ്മശാനം ഉണ്ടാകണമെന്നുള്ളത്. പക്ഷെ അത് ജനസാന്ദ്രത കുറഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ ഇഷ്ടംമാതിരി സൗകര്യങ്ങളുണ്ട്. ഇവിടെ കാണിച്ച അതേ ഇച്ഛാശക്തി അത് കാണിക്കുകയാണെങ്കിൽ ഇന്നിവിടെ ഉദ്ഘാടനം നടത്തി കൺസ്ട്രക്ഷൻ നടത്താനായിട്ട് പറ്റും. ഇത് ഞങ്ങൾ ഈ ആൾക്കാർ ഒക്കെ കൂടി ഇനി ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ പണവും ഒക്കെ നഷ്ടപ്പെടുത്തി ഇതിലേക്ക് കോടതിയിലേക്ക് കൊണ്ടുവരുത്തി ഇതിലേക്ക് വലിച്ചടിച്ചോടി വരുന്നതാണ്. നിങ്ങളെ ഇതിന് മുമ്പത്തേക്ക് നമ്മൾ കളിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 6-11 വരെ ആദ്യം ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ടെൻഡർ നടപടികൾ നിർത്തി വെക്കാനുള്ള രീതിയിലാണ് കോടതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ടെൻഡർ നടപടി നിർത്തിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നിർമ്മാണം 11 വരെ ഇവർക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പരാതിയുടെ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ സമർപ്പിക്കാം. അതിനുശേഷം 6-ാം തീയതിക്ക് ശേഷം 6-11 ശേഷം പരാതികളെല്ലാം കേട്ടതിന് ശേഷം ഒരു തീരുമാനം എടുക്കുമെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഡേറ്റിന് മുമ്പ് ഇവിടെ ധൃതി പിടിച്ച് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ഡേറ്റ് കഴിഞ്ഞിട്ട് ചെയ്തോട്ട് കോടതി പറയുന്നതനുസരിച്ച് ഞങ്ങൾ അനുസരിച്ചോളാം. ആ ഡേറ്റ് കഴിയണവരെ വെയിറ്റ് ചെയ്താൽ കുഴപ്പമില്ല.
കൂടുതൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല നിലവിൽ ഇന്നലെ പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതാണ് നമ്മുടെ വീടുകൾ. ആ കാണുന്നതാണ് വീടുകൾ. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മുടെ വീടുണ്ടായത്. താങ്കൾ 13 സെന്റ് സ്ഥലമേ ഉള്ളൂ. ഇത് റെയിൽവേ ക്വാർട്ടേഴ്സാണ്. ഇത് റെയിൽവേയുടെ മതിലാണ്. ഇത് റെയിൽവേയുടെ മതിൽ. മുനിസിപ്പാലിറ്റി പറയുന്ന രീതിയിൽ ഒരു ക്രിറ്റേറിയം സ്ഥാപിക്കാനുള്ള സൗകര്യം ഇല്ല. അൽഫേം അത് റെയിൽവേയുടെ 13 സെന്റ്. റെയിൽവേ കോട്ടേഴ്സ് ഇതൊന്നും നമുക്ക് രേഖയിൽ കാണിച്ചിട്ടില്ല. അവിടെ താമസമുള്ളതാണ്. നമ്മൾ ദൂരപരിധി പറഞ്ഞില്ല. അല്ല നമ്മളില്ല, ഞങ്ങൾ കോടതിയിൽ നിൽക്കണ്ടായിരുന്നു. അല്ല അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തന്ന റിപ്പോർട്ടിൽ കണ്ടില്ല. റെയിൽവേയുടെ റെയിൽവേ സ്ഥലം മാത്രമേ എഴുതിയിട്ടുള്ളൂ.